ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1661. ഇന്ന് ജൂലൈ മാസം 18-ാം തീയതി. ഈ ആണ്ടിലെ 200-ാമത്തെ ദിവസത്തിലെത്തി. നായും മൊയിലും ഓടുകയാണ്. തെറ്റിപ്പോയി. നായ മൊയിലിനെ ഇട്ട് ഓടിക്കുകയാണ്. ഏറെ ദൂരം മൊയിലിനെ ഓടിച്ചിട്ടും പിടിക്കാനാവുന്നില്ല. ഒടുവിൽ സഹികെട്ട് നായ വിളിച്ചു ചോദിക്കുകയാണ് മൊയിലിനോട്, എന്നാ ഇത്രയും ദൂരം ഞാനും പിന്നാലെ ഓടിയിട്ടും നിന്നെ ഒന്ന് പിടിക്കാനായിട്ട് പറ്റാതെ പോകുന്നത്? മൊയിലിന്റെ ക്ലാസ് മറുപടിയുണ്ട്, നീ ഓടിച്ചത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ്. ഞാൻ ഓടിയത് എന്റെ ജീവന് വേണ്ടിയായിരുന്നു. ആർത്തിയോടും സ്വാർത്ഥതയോടും മാത്രം കൂട്ടുപിടിച്ച് ജീവിക്കുന്നവർക്കൊടുവിൽ എന്താണ് സംഭവിക്കുക? വൻ പരാജയമല്ലാതെ. ഒടുവിൽ അതുവരെ നമ്മൾ ഇങ്ങനെ ജയിച്ചുകൊണ്ട് ഓടുമായിരിക്കും. എന്നാൽ ജീവനും സത്യത്തിനു വേണ്ടി ഓടുന്നവർക്കോ ദൈവത്തെ സ്വന്തമായി കിട്ടാതെ പോകുമോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ക്രിസ്തുവേശുവിനെ എപ്പോഴും നമ്മൾ എവിടെയോ മറന്നുവെച്ചു. സുവിശേഷ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണെന്നും നമ്മൾ ഓർക്കാനായിട്ട് ഇപ്പോൾ ധൈര്യപ്പെടുന്നില്ല. പ്രാണൻ ചോദിക്കുന്ന നേരത്തിലും ദൈവാനുഭവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ദൈവവിളിയാണ്. അതിനെ ധീരതയോടെ ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ ചെറുതും വലുതുമായ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ആഹാവ് രാജാവും ഇസബേൽ രാജ്ഞിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ തന്റെ ജന്മാവകാശം ആരുടെ മുമ്പിലും അടിയറവ് വെക്കാതെ പാറ പോലെ ഉറച്ചു നിന്ന നാബോത്ത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തില് നമ്മൾ വിസ്മയഭരിതരായി മാറി. ധീരനായി തന്നെ മരിക്കുകയാണ് നാബോത്ത്. നേരിന്റെ മനോഭാവം ശരിക്കും ക്രിസ്തു ശിഷ്യന്മാര് ഏറ്റെടുക്കേണ്ടതാണ്. വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ വിട്ടുവീഴ്ചകളൊക്കെ പണ്ട് ചെയ്ത് അല്പം കണ്ണടച്ച് കാൽവരിയിലെ ആ കഠിനമായ കൊലയിൽ നിന്ന് വേണമെങ്കിൽ ക്രിസ്തുവേശുവിനും രക്ഷപ്പെടാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിനകത്ത് നിലപാടുകൾക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട്. ആത്മീയ ജീവിതത്തിനകത്ത് വിട്ടുവീഴ്ചകൾക്ക് ഒട്ടും ഇടമില്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവനവന്റെ സത്ത നഷ്ടപ്പെടുന്ന വിധത്തില് നമ്മളിങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് ഒടുവില് നമ്മൾ ഉണ്ടാകാതെ പോകുന്നുകൂടി ഓർക്കേണ്ടേ. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും നിലപാടിൽ ഉറച്ച് നിലനിൽക്കേണ്ടതാണെന്നും കൂടി ഈ പുലരിയിൽ ഒരു നല്ല തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.